എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമമൽ എന്ന ചാപ്റ്ററിലെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സ്റ്റോൺ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ? ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കല്ലിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം എന്താണ് വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ അല്ലെ, അതായത് കല്ലിന്റെ ഭാരവും അതുപോലെ തന്നെ ഏതാണ് ബോയൻസിയും പ്ലവക്ഷമ ബലവുമാണ് അതായത് ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കല്ലിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ എന്ന് പറയുന്നത്. Next question. The weight of a stone in air is 80 Newton and in water is 55 Newton. What is the buoyancy experienced by the stone? അതായത് ഒരു കല്ലിലെ വായുവിലെ ഭാരം 80 ന്യൂട്ടണും ജലത്തിലെ ഭാരം 55 ന്യൂട്ടണും ആയിരുന്നെങ്കിൽ കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റോണിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 80 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട് വായുവിലെ, അതുപോലെ തന്നെ വെള്ളത്തിലെ 55 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കും? ബോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലവക്ഷമ ബലം എങ്ങനെയാണ്? ഭാരക്കുറവ് അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് കണ്ടുവച്ചാൽ പോരെ. അപ്പൊ നമുക്കറിയാം ലോസ് ഓഫ് വെയിറ്റ് ഇല്ലേ, ലോസ് ഓഫ് വെയിറ്റ് അതായത് എന്താണ്? ഭാരക്കുറവ്. ലോസ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ ഭാരക്കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ബോയൻസിയോട് ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെയാണ് കാണുന്നത്? വെയിറ്റ് ഇൻ എയർ അല്ലെ, നമുക്കറിയാം വെയിറ്റ് ഇൻ എയർ, വെയിറ്റ് ഇൻ എയർ, എയറിലെ വെയിറ്റ് അല്ലെ, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ അല്ലെ, വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുവച്ചാ പോരെ. എയറിലെ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 80 ന്യൂട്ടൺ ആണ് എയറിലെ വെയിറ്റ്. ജലത്തിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 55 ന്യൂട്ടൺ ആണ് അല്ലെ, കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 25 ന്യൂട്ടൺ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാരക്കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തിനോട് ഈക്വൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രഷ് വാട്ടർ, കെറോസിൻ ആൻഡ് സലൈൻ വാട്ടർ ഇൻ 3 സെപ്പറേറ്റ് ബീക്കേഴ്സ്. ഐഡന്റിഫൈ ദ മോസ്റ്റ് ഡെൻസ് ആൻഡ് ലീസ്റ്റ് ഡെൻസ് ലിക്വിഡ്. ഐഡന്റിഫൈ ദ ലിക്വിഡ് ഇൻ വിച്ച് എ സ്റ്റോൺ എക്സ്പീരിയൻസസ് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഓഫ് വെയിറ്റ് വെൻ ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ബൈ. അതായത് 3 ബീക്കറുകളായിട്ട് എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ശുദ്ധജലം എടുത്തിട്ടുണ്ട്, മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്, ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ട്. ഇവയിൽ സാന്ദ്രത കൂടിയതും കുറഞ്ഞതുമായ ദ്രാവകങ്ങൾ. സാന്ദ്രത കൂടിയതാണ് സാന്ദ്രത കൂടിയ ദ്രാവകം എന്ന് പറയുന്നത് ഉപ്പുവെള്ളത്തിലാണ് അല്ലെ. ഉപ്പുവെള്ളത്തിനാണ് സാന്ദ്രത കൂടിയത്, അതായത് സോൾട്ട് വാട്ടറിനാണ് സാന്ദ്രത കൂടിയത് അല്ലെ. സാന്ദ്രത കുറവ് ഏതിനാണ്? സാന്ദ്രത കുറവ് ഏതിനാണ്? മണ്ണെണ്ണയ്ക്കാണ് അല്ലെ, മണ്ണെണ്ണയ്ക്കാണ് സാന്ദ്രത കുറവ്. ഇനി ഏത് ദ്രാവകത്തിൽ മുക്കുമ്പോഴാണ് ഒരു കല്ലിന് ഏറ്റവും ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്? ഏത് ദ്രാവകത്തിൽ മുക്കുമ്പോഴാണ്? സാന്ദ്രത കൂടുതൽ, ഡെൻസിറ്റി കൂടുതൽ മുക്കുമ്പോഴല്ലേ ബോയൻസി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇവിടെ സാന്ദ്രത കൂടിയത് ഏതാണ്? ഉപ്പുവെള്ളമാണ്. അതിന് കാരണം എന്താണ്? സാന്ദ്രത കൂടുതൽ മുക്കുമ്പോൾ എന്താണ്? കൂടുതൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി അവിടെ അനുഭവപ്പെടും. ബോയൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാരക്കുറവിനോട് ഈക്വൽ ആണ്. അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. നോക്കട്ടെ. മോസ്റ്റ് ഡെൻസ് ലിക്വിഡ് ഈസ് സലൈൻ വാട്ടർ ആൻഡ് ലീസ്റ്റ് ഡെൻസ് ഈസ് കെറോസിൻ ആണ്. അതായത് സാന്ദ്രത ഏറ്റവും കൂടിയ ഏതാണ്? ഉപ്പുവെള്ളത്തിനാണ്. കുറവ് ഏതിനാണ്? മണ്ണെണ്ണയ്ക്കാണ്. ഇനി ഏത് ദ്രാവകത്തിൽ മുക്കുമ്പോഴാണ് ഒരു കല്ലിന് ഏറ്റവും കുറഞ്ഞ ഭാരം അനുഭവപ്പെടുന്നത്? ഏതിലാണ്? സാന്ദ്രത കൂടിയ ദ്രാവകം കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നതിനാൽ ഉപ്പുവെള്ളത്തിൽ മുക്കുമ്പോഴാണ് വസ്തുവിന് കൂടുതൽ ഭാരനഷ്ടം ഉണ്ടാവുന്നത് അല്ലെ. സലൈൻ വാട്ടറിലാണ്. അതിന് കാരണം എന്താണ്? ബിക്കോസ് മോർ ബയൻസി ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഡെൻസർ ലിക്വിഡ്. അതായത് സാന്ദ്രത കൂടിയ ദ്രാവകം കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നു. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When a body is fully immersed in a fluid, it will displace as much of the volume of the body. What will be the relation between weight of displaced fluid and buoyancy? എന്താണ്? ഒരു വസ്തു പൂർണ്ണമായും ഒരു ദ്രവത്തിൽ താഴ്ത്തുമ്പോൾ ആ വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യം ദ്രവത്തെ വസ്തു ആദേശം ചെയ്യും. നമുക്കറിയാം അല്ലെ. അങ്ങനെയെങ്കിൽ ആദേശം ചെയ്യപ്പെട്ട ദ്രവത്തിന്റെ ഭാരവും ദ്രവം വസ്തുവിൽ പ്രയോഗിച്ച് പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെയായിരിക്കും? രണ്ടും തുല്യല്ലേ. അല്ലാതെ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസിയും അതുപോലെ തന്നെ എന്തുമാത്രം ലിക്വിഡാണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്തത്, അത് രണ്ടും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം, എന്ത് ലോ ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലോ. ഏത് ലോ ആണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലേ. അതായത് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയൻസിയും അതുപോലെ തന്നെ ആ വസ്തു ആദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ദ്രവത്തിന്റെ വെയിറ്റും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? എങ്ങനെയാണ് ആദ്യത്തെ സെക്ഷൻ? എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ആൻഡ് ദ ബോയൻസി വിൽ ബി ഈക്വൽ. പ്ലവക്ഷമ ബലവും ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഏത് പ്രിൻസിപ്പിൾ ആണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നോക്കുക. When an object is immersed partially or completely in a liquid, the buoyancy experienced on the body will be equal to the weight of the liquid displaced by it.
അതായത് ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ അതേപടി തന്നെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ഒക്കെ ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. Then അടുത്ത question. A 10 Newton weight is hung on a spring balance and the weight is lowered into the water. Now the reading showing the balance would be. അതായത് സ്പ്രിംഗ് ബാലൻസിൽ 10 ന്യൂട്ടൺ ഭാരം തൂക്കിയിട്ട് ജലത്തിൽ താഴ്ത്തുന്നു അല്ലെ. സ്പ്രിംഗ് ബാലൻസിൽ 10 ന്യൂട്ടൺ ആണ് കാണിച്ചിരിക്കുന്നത്, അത് ജലത്തിൽ താഴ്ത്തുവാണ്. ഇപ്പോൾ ബാലൻസ് കാണിക്കുന്ന റീഡിംഗ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 10 ന്യൂട്ടൺ ആണ് എയറിലെ വെയിറ്റ്, വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ് കുറയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ റീഡിംഗ് നോക്കുക. 10 ന്യൂട്ടൺ, 12 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 16 ന്യൂട്ടൺ. കുറവ് റീഡിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ എത്രയായിരിക്കും? 6 ന്യൂട്ടൺ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ റീസൺ വൈ എ ഷിപ്പ് വെയിങ് ടൺസ് ഓഫ് അയൺ ഫ്ലോട്ട്സ് ഇൻ സീ വാട്ടർ ഈവൻ ദോ എ വെരി ലൈറ്റ് അയൺ റോഡ് സിങ്സ് ഇൻ ദ വാട്ടർ. ഭാരം കുറഞ്ഞ ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുമെങ്കിലും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? ബോയൻസി ഇല്ലേ. കപ്പൽ എന്ന് പറഞ്ഞിരിക്കും നമുക്കറിയാം എയർ ഉണ്ട്, ഒരുപാട് ഹോളോ ഇന്റീരിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോയൻസി എങ്ങനെയായിരിക്കും? ബോയൻസി അവിടെ കൂടുതലായിരിക്കും. കൂടുതൽ ബോയൻസി അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ എന്താണ്? ദ ഷിപ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ഹോളോ ഇന്റീരിയർ, ഹെൻസ് ഷിപ്പ് എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ബോയൻ ഫോഴ്സ്. ഉള്ളു പൊള്ളയായി നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് കപ്പലിൽ കൂടുതൽ പ്ലവക്ഷമബലം അനുഭവപ്പെടുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത്യാവശ്യം ഇത്ര എഴുതിയാൽ മതിയാവും. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, ടേബിളും തന്നിട്ടുണ്ട്. എന്നിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നോക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ തന്നിട്ടുണ്ട്, വാട്ടർ തന്നിട്ടുണ്ട്, ഗ്ലിസറിൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വെയിറ്റ് എത്രയാണ്? 100 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെ ഡെൻസിറ്റി, സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്കറിയാം 1025 ദെൻ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ ഗ്ലിസറിൻ ആണ് തന്നത്. ഗ്ലിസറിന്റെ ഡെൻസിറ്റി 1260 ഇല്ല. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഡെൻസിറ്റി കൂടിയത് ഗ്ലിസറിൻ ആണ് അല്ലെ. നോക്കുക. When the slotted weights are lowered into the liquids, അതായത് എന്താണ്? ഈ വെയിറ്റുകളെല്ലാം ലിക്വിഡിലേക്ക് ഇറക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഫെൽറ്റ് മോർ? തൂക്കട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഏത് ദ്രവത്തിലായിരിക്കും? ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് 100 ഗ്രാം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഏത് ബീക്കറിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് അതിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ഭാരവും ബോയൻസിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലേ. ഭാരക്കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബോയൻസിയോട് ഈക്വൽ ആണ്, അല്ലെങ്കിൽ പ്ലവക്ഷമബലത്തിനോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പം ഇതിലേക്ക് താഴ്ത്തി കഴിയുമ്പോൾ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ഡെൻസിറ്റി കുറഞ്ഞതിനായിരിക്കുമല്ലോ. ഡെൻസിറ്റിയും ബോയൻസിയും തമ്മിൽ റിലേഷൻ ഇല്ലേ. എങ്ങനെയാണ്? ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ഇല്ലേ, ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബോയൻസി അവിടെ കൂടും ഇല്ലേ. ബോയൻ ഫോഴ്സ് അവിടെ കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഡെൻസിറ്റിയും ബോയൻസിയും സാന്ദ്രതയും പ്ലവക്ഷമബലവും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏതിനാണ് കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നതിനായിരിക്കും ബോയൻസി കുറവായതിനല്ലേ. അതായത് ബോയൻസി കുറവ് ഏതിനാണ് ഇവിടെ? ജലത്തിനാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഏതിനാണ്? വാട്ടറിനാണല്ലോ അവിടെ. വാട്ടറിലാണ് അവിടെ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത്. Then in which liquid is its weight felt least? തൂക്കോട്ടിക്ക് ഏറ്റവും കുറവ് ഭാരപ്പെടുന്ന ഏതിനാണ്? കൂടുതൽ ബോയൻസി ഉള്ളത്. കൂടുതൽ ബോയൻസി ഉള്ളതെന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള ഏതിനാണ്? ഗ്ലിസറിൻ ആണ്. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്ന ഏതിലാണ്? ഗ്ലിസറിനിലാണ്. ഗ്ലിസറിനിലാണ് കുറവ് ഭാരം അനുഭവപ്പെടുന്നത്. ഇനി റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ എക്സ്പീരിയൻസ് ഡിഫറൻസ് ഇൻ വെയിറ്റ് ഇൻ ഡിഫറെന്റ് ലിക്വിഡ്. വ്യത്യസ്ത ദ്രാവകങ്ങളും വ്യത്യസ്ത ഭാരം അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി അല്ലെ. അതായത് സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം. മനസ്സിലായല്ലോ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഡെൻസിറ്റിയും ബോയൻസിയും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ബോയൻസി അവിടെ കൂടും, അതായത് പ്ലവക്ഷമബലം അവിടെ കൂടും. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. ആദ്യത്തെ ആൻസർ വാട്ടർ ആണ്, അതായത് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ജലത്തിലാണ്. പിന്നെ എന്താണ്? കുറവ് ഭാരം അനുഭവപ്പെടുന്ന ഗ്ലിസറിനിലാണ്. എന്റെ റീസൺ അല്ലേ. വ്യത്യസ്ത ഭാരം അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ദ്രാവകങ്ങളുടെ സാന്ദ്രതയിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്?
ഏതോ ഒരു പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് റേഷ്യോ ഓഫ് ദി ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതായത് എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാന്നാണ് കേട്ടോ. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? നമ്മൾ പറഞ്ഞ ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ് അല്ലെ? ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് വസ്തുക്കളുടെ ആപേക്ഷിക സാന്ദ്രത നമ്മൾ അളക്കുന്നത്. ഇനി ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ദിസ് ഡിവൈസ് വർക്ക്? ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെ? പ്ലവന തത്വം അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി which of the following is the relative density? ഇതിലെ റിലേറ്റീവ് ഡെൻസിറ്റി ഏതാണ് വരുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി കുറച്ച് വാല്യൂ തന്നിട്ടുണ്ട്. ഏതാണ്? 0.810 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി വരുന്നത്. അതിന്റെ കാരണം എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ്? യൂണിറ്റ് ഉണ്ടോ? ഇല്ല. പ്രത്യേകം ഓർത്തോണം, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല കേട്ടോ. അത് കൃത്യമായിട്ട് ഓർത്തണം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വാല്യൂസ് തന്നാൽ യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് ഇല്ലാത്ത ഏതാണോ അതായിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റിനെ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? The next question നോക്കാം. The pictures an iron block and a copper block are given. If their masses are same, identify iron block and copper block. If both of them are completely immersed in water, which will be experienced more buoyancy? ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തുല്യ മാസമുള്ള ഒരു ചെമ്പുകട്ടയും ഇരുമ്പുകട്ടയും തന്നിട്ടുണ്ട്. ഇതിലെ ചെമ്പുകട്ടയും ഇരുമ്പുകട്ടയും ഏതെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ മാസ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെമ്പുകട്ടയും ഇരുമ്പുകട്ടയാണ്. അതിന്റെ മാസ് എങ്ങനെയാണ്? തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഏതാണ് ചെമ്പുകട്ട ഇരുമ്പുകട്ട എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹിന്റ് പറഞ്ഞിരിക്കുന്നത് ചെമ്പിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെമ്പിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഡെൻസിറ്റി ചെമ്പിനാണ് കൂടുതൽ. അതായത് ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് അയൺ എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഏതാണ് ചെമ്പുകട്ട ഇരുമ്പുകട്ട? നമുക്ക് ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ മാസ് രണ്ടിന്റെയും മാസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇതാ നോക്കുക, ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം കുറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഡെൻസിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇവിടെ ഏതിനാണ് കൂടുതൽ? കോപ്പറിനാണ് കൂടുതൽ. ആ ഒരു കേസിൽ വോളിയം അവിടെ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ മാസ് തുല്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം വ്യത്യാസമല്ല ഇതിന്റെ കേസിൽ വരുമ്പോൾ. അപ്പൊ വോളിയം ഏതിനാണ് കുറവ്? ഇവിടെ ഇതിനാണ് വോളിയം കുറവ് അല്ലെ? വോളിയം ഇവിടെ ഇതിനാണ് കുറവ്. അപ്പം വോളിയം കുറവാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും ഇല്ലേ? ഡെൻസിറ്റി കൂടുതലുള്ള ഇവിടെ ഏതാണ്? ഡെൻസിറ്റി കൂടുതലുള്ള ഏതാണ്? ചെമ്പ് ഇല്ലേ? അതായത് കോപ്പർ. അപ്പൊ ഇത് നമുക്ക് കോപ്പറാന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഡെൻസിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ വോളിയം കൂടും. ഡെൻസിറ്റി കുറവ് ഇവിടെ ഏതിനാണ്? അയണിനാണ് ഡെൻസിറ്റി കുറവ്. അപ്പൊ ഇത് അയണാക്കി നമുക്ക് എടുക്കാം. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഏതാണ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? എ ആണ് അയൺ കേട്ടോ. അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കോപ്പർ ആണ്. മനസ്സിലായല്ലോ? ഇത് ഹിന്റ് ഇവിടെ തന്നിരിക്കുന്ന ആ ഹിന്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇനി അടുത്ത്, രണ്ട് കട്ടകളും പൂർണ്ണമായി ജലത്തിൽ താഴ്ത്തിയാൽ ഏതിലായിരിക്കും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്? രണ്ട് കട്ടയും പൂർണ്ണമായിട്ട് ജലത്തിൽ താഴ്ത്തി. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ പ്ലവക്ഷമ ബലം അവിടെ അനുഭവപ്പെടുന്നത്? ഇവിടെ റിലേറ്റഡ് ടു വോളിയമായിട്ട് റിലേറ്റ് ചെയ്യും. ഇവിടെ വോളിയം ഏതിനാണ് കൂടുതൽ? വോളിയം കൂടുവാണെന്നുണ്ടെങ്കിൽ ബോയൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ബോയൻ ഫോഴ്സ് കൂടുമെന്ന് നമുക്കറിയാം. ഇവിടെ ഏതിനാണ് വോളിയം കൂടുതൽ? അയണിന് അല്ലെ? അയണിന് ഇവിടെ വോളിയം കൂടുതലാണ്. അയണിന് വോളിയം കൂടുതലായതുകൊണ്ട് അയണിന് വോളിയം അല്ല, അയണിന് വോളിയം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബോയൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ബോയൻസി കൂടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ തുല്യ മാസാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആയി പോകാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അതവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അയൺ. ഇതാണ് അയൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കോപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതിനാണ് പ്ലവക്ഷമ ബലം? ആസ് ദ വോളിയം ഓഫ് ദ അയൺ ബ്ലോക്ക് ഈസ് ഗ്രേറ്റർ, മോർ ബയൻസി വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഓൺ അയൺ ബ്ലോക്ക് അല്ലേ? ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ വോളിയമാണ്. അപ്പൊ രണ്ടിന്റെ വോളിയം ഒരുപോലെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വോളിയം വ്യത്യാസമാണ്. അതുകൊണ്ട് കൂടുതൽ വോളിയം ഉള്ളതിലായിരിക്കും കൂടുതൽ ബോയൻസി അവിടെ ആക്ട് ചെയ്യുന്നത്. ഇരുമ്പ് കട്ടയിലാണ്, അതായത് വ്യാപ്തം കൂടുതലായതിന്
ഇരുമ്പ് കട്ടയ്ക്ക് വ്യാപ്തം കൂടുതലായതിന് കൂടുതൽ ബോയൻസി അവിടെ അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നു. മനസ്സിലായല്ലോ? ഡെൻസിറ്റിയുടെ ഹിന്റ് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഡെൻസിറ്റിയും ആ വോളിയം മാസ തുല്യാന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റിയും വോളിയം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് അയണെന്നും ഏതാണ് കോപ്പറും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two objects of the same size are float on water is shown in figure. Find out the objects that experience more buoyancy. Justify. Then which of them will have more loss of weight? ജലത്തിൽ ഒരേ വലിപ്പമുള്ള രണ്ട് ഖനരൂപങ്ങൾ പൊങ്ങിക്കിടക്കുന്നു. കണ്ടല്ലോ, ചിത്രം കണ്ടല്ലോ. ഏത് വസ്തുവിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്? ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് വസ്തുവിനാണ് കൂടുതൽ ഭാരനഷ്ടം ഉണ്ടാകുന്നത്? രണ്ട് വസ്തുക്കൾ എന്നാണ് ഒരേ വലിപ്പമുള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ ഏതാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്? ബിക്ക് ആയിരിക്കുമല്ലോ കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നതിന് കാരണം ബി ആണ് ഇവിടെ കൂടുതൽ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. കൂടുതൽ ജലം ആദേശം ചെയ്യുന്നതിനാണ് ബി അല്ലേ കൂടുതൽ ജലം ആദേശം ചെയ്യുന്നത്. അപ്പൊ ഇത് പകുതി എത്ര ഉള്ള ജലം ആദേശം ചെയ്യുന്നുള്ളൂ, ഇത് ഇച്ചിരി താഴ്ന്നു കിടപ്പുണ്ട്. അപ്പൊ അത്രയും ജലം അവിടെ ആദേശം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിയിലായിരിക്കും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. ഭാരനഷ്ടം ഉണ്ടാകുന്ന ഏതിനാണ്? ബിക്ക് തന്നെയല്ലേ, കാരണം കൂടുതൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന ഏതിനാണ്? ബിക്കാണ്. മനസ്സിലായല്ലോ? ആൻസർ നോക്കട്ടോ. ബിക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് മോർ വാട്ടർ ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ ബി. അതായത് ബിയിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ഈ വസ്തു കൂടുതൽ ജലത്തെ ആദേശം ചെയ്യുന്നു അല്ലെ എന്നാണ്. ബി ആണ് അവിടെ കൂടുതൽ ജലത്തെ ആദേശം ചെയ്തിരിക്കുന്നത്. ഇനി ഏത് വസ്തുവിനാണ് കൂടുതൽ ഭാരനഷ്ടം ഉണ്ടാവുന്നത്? ലോസ് ഓഫ് വെയിറ്റ് ഏതിനാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അതിനും ബിക്ക് തന്നെയാണ്. കാരണം പറഞ്ഞു ബിയിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം. ലോസ് ഓഫ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ബോയൻസി. Therefore, block B will be experienced more loss of weight. ബിക്കാണ് കാരണം എന്താണ്? ബിയിലാണ് കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. F1 and F2 represent two forces acting on an object immersed in water as shown in the figure. ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവില് പ്രയോഗിക്കപ്പെടുന്ന രണ്ട് ബലങ്ങളുണ്ട്, F1ഉം F2ഉം കേട്ടോ. നെയിം ദ ടു ഫോഴ്സസ് റെപ്രസെന്റ് ബൈ F1 ആൻഡ് F2. F1 F2 എന്നീ ബലങ്ങൾ ഏതെല്ലാമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ ദ ഫോഴ്സ് F2. F2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അപ്പം? F1ഉം F2ഉം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. F1ഉം F2 ഏതാണ്? F1 എന്ന് പറഞ്ഞാൽ താഴേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. താഴേക്ക് ആക്ട് ചെയ്യുന്നതാണ് വെയിറ്റ് ആണ് അല്ലെ. താഴേക്ക് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് അല്ലെ. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രാവിറ്റേഷൻ അല്ലേ. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. മേളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? വസ്തു ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ മേളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ബോയൻ ഫോഴ്സ് അല്ലേ. ബോയൻ ഫോഴ്സ് ആണ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ F2 നിർവചിക്കാൻ പറ്റുന്നുണ്ട്. ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ നോക്കട്ടെ. F1 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. F2 എന്ന് വെച്ചാൽ ബോയൻസി ആണ്. അപ്പൊ ബോയൻസി ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോഡി ഈസ് ഇമേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ലിക്വിഡ്. ദി ലിക്വിഡ് എക്സെർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ബോഡി. ദിസ് ഈസ് കോൾഡ് ദ ബോയൻസി. അതായത് ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഇതാണ് പ്ലവക്ഷമ ബലം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ. ദ റീഡിംഗ് ഈസ് 1. ഹൈഡ്രോമീറ്റർ ഒരു വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. റീഡിംഗ് അവിടെ 1 ആണ് കാണിക്കുന്നത്. വാട്ട് ഡസ് ഇസ് റീഡിംഗ് ഇൻഡിക്കേറ്റ്? ഈ റീഡിംഗ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 1 കാണിക്കുവാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളത്തിലാണ് ഹൈഡ്രോമീറ്റർ ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? അവിടുത്തെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലേ. റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. നെക്സ്റ്റ് വൺ, ഡസ് ദ റീഡിംഗ് ഇൻക്രീസ് ഓർ ഡിക്രീസ് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ കെറോസിൻ? ഇതിനെ മണ്ണെണ്ണയിൽ ഇടുമ്പോൾ റീഡിംഗ് കൂടുമോ കുറയുമോ? മണ്ണെണ്ണ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി അവിടെ കുറവല്ലേ. മണ്ണെണ്ണ വരുമ്പോൾ ഡെൻസിറ്റി കുറവാണ്. ദെൻ കെറോസിനിലേക്ക് വരുമ്പോൾ റീഡിംഗിന് എന്ത് സംഭവിക്കും? റീഡിംഗ് അവിടെ കുറയും അല്ലേ. ഇനി സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററിന്റെ പ്രവർത്തന തത്വം ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വം. നോക്കൂ കേട്ടോ. റീഡിംഗ് എന്തിനാണ് കാണിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ കെറോസിനിൽ മുക്കുമ്പോൾ റീഡിംഗ് അവിടെ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഓർത്തോണം, 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോമീറ്ററിന്റെ കേസിൽ ഇവിടെ 1 ആണ് കാണിക്കുന്നത്. മേളിലോട്ട് വരുമ്പോൾ അതിൽ എങ്ങനെയാണ്? അതിൽ കുറവ് റീഡിംഗ് അല്ലേ കാണിക്കുന്നത്. അപ്പം എന്താണ്, വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണല്ലോ കെറോസിൻ മണ്ണെണ്ണയ്ക്ക് തോന്നി. അപ്പം മേളിലേക്കുള്ള റീഡിംഗ് ആണ്. അത് മേളിലേക്ക് കാണിക്കുന്ന ഏതാണ്? കുറവ് റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇനി ഹൈഡ്രോമീറ്ററിന്റെ പ്രവർത്തന തത്വം പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേണ്ട 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ വെയിറ്റ് ഓഫ് 2 ഒബ്ജക്ട്സ് മെഷേർഡ് യൂസിംഗ് സ്പ്രിംഗ് ബാലൻസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ.
ഒരു 2 ഒബ്ജക്ട്സിന്റെ വെയിറ്റ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് തൂക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെയിം ദ ലോ വിച്ച് റിലേറ്റ് ഫോഴ്സ് ഓഫ് ബയൻസി ആൻഡ് വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് സ്റ്റേറ്റ് ദ അബോവ് ലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിട്ട ഭാഗം പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലവക്ഷോബലവും ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും ബന്ധപ്പെട്ട നിയമം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ നിയമം പ്രസ്താവിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് 2 വസ്തുക്കൾ? സ്റ്റോണും അതുപോലെ അയൺ ബ്ലോക്കും ആണ്. അപ്പം അത് എയറിലുള്ള വെയിറ്റ്, അതുപോലെ വാട്ടറിലുള്ള വെയിറ്റ്, ബോയൻസിയും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്, ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരവും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കേസ് സ്റ്റോൺ ആണല്ലോ. സ്റ്റോണിന് എയറിലെ വെയിറ്റ് എന്ന് കഴിഞ്ഞാൽ 3 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടറിലെ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2.8 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ബോയൻസി കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബോയൻസി കണ്ടുപിടിക്കാൻ, ഇപ്പൊ ബോയൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വായുവിലെ അല്ലെ എയറിലെ വെയിറ്റും അതിൽ നിന്ന് നമ്മുടെ ജലത്തിലെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബോയൻസി കിട്ടും, പ്ലവക്ഷമ ബലം കിട്ടും. ആ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനോട് ഈക്വൽ ആണല്ലോ. അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അതായത് ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരവും പ്ലവക്ഷമ ബലവും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് കുറച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും ബോയൻസിയും ഈക്വൽ ആണ്. അപ്പൊ ഈ ഏത് വാല്യൂ തന്നെയായിരിക്കും? ഈ 0.2 ന്യൂട്ടൺ തന്നെയല്ലേ. അപ്പൊ ഇവിടുത്തെ ബോയൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0.2 ന്യൂട്ടൺ ആണ്. അല്ലെങ്കിലും കുറച്ചാൽ നമുക്ക് കിട്ടുമല്ലോ, 3ൽ നിന്ന് 2.8 കുറച്ചാലും നമുക്ക് കിട്ടുന്നത് 0.2 തന്നെയാണ്. മനസ്സിലായല്ലോ. ഇനി അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എയറിലെ 8 തന്നിട്ടില്ല, വാട്ടറിലെ വെയിറ്റ് തന്നിട്ടുണ്ട് 3.9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 0.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരിക്കും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതായത് ആദേശം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്ക് എയറിലെ വെയിറ്റ് കണ്ടുപിടിക്കണമല്ലോ. എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. വാട്ടറിലെ ഭാരവും അതുപോലെ തന്നെ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എയറിലെ ഭാരം കിട്ടുമല്ലോ, വസ്തുവിന്റെ ഭാരം, അയൺ ബ്ലോക്കിന്റെ ഭാരം കിട്ടുമല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടാം, 3.9-ഉം 0.3 കൂടെ കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടും? 4.2 എന്ന് കിട്ടും കേട്ടോ. 4.2 ന്യൂട്ടൺ. മനസ്സിലായല്ലോ. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലോ, അതായത് പ്ലവക്ഷമ ബലവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും ബന്ധിപ്പിക്കുന്ന നിയമം ചോദിച്ചിട്ടുണ്ട്. ഏതാണ് നിയമം? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആ നിയമം പ്രസ്താവിക്കാനും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇത് ആൻസർ നോക്കിയേ. നമുക്ക് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 0.2 ആണ്, ഇത് 4.2 ന്യൂട്ടൺ വരും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. When an object is immersed partially or completely in a liquid, the buoyancy experienced by it will be equal to the weight of the liquid displaced by it. This is Archimedes principle. അതായത് ഒരു വസ്തു ഭാഗികമായ പൂർണ്ണമായ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞിരിക്കുന്ന വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ വെയിറ്റ് ഓഫ് എ സ്റ്റോൺ ഇൻ എയർ ഈസ് 10 ന്യൂട്ടൺ. വെൻ ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇറ്റ് വെയ്റ്റ്സ് എത്രയാണ്? 8 ന്യൂട്ടൺ എന്ന് വന്നിട്ടുണ്ട്. വൈ ഡസ് എ സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയിറ്റ്? ഇത് സെയിം സ്റ്റോൺ ഈസ് ഡിപ്ഡ് ഇൻ കെറോസിൻ, വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വായുവിൽ 10 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കല്ല് ജലത്തിൽ താഴ്ത്തി വെച്ചപ്പോൾ എത്രയായി? 8 ന്യൂട്ടണായി. കുറയുമെന്ന് നമുക്കറിയാം. അവിടെ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഇല്ലേ? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം മൂലമാണ് അവിടെ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം. ഇനി ഇതേ കല്ലിനെ മണ്ണെണ്ണയിൽ താഴ്ത്തി വെച്ച് ഭാരം കണക്കാക്കിയാൽ അതിന്റെ ഭാരം എത്രയായിരിക്കും? അപ്പൊ അതേ കല്ലിനെ നമ്മൾ മണ്ണെണ്ണയിൽ താഴ്ത്തി വെച്ചു, അപ്പൊ അതിന്റെ ഭാരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ജലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എങ്ങനെയാണ്? കുറവാണ്. കെറോസിന്റെ ഡെൻസിറ്റി ജലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും ഇല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ബോയൻസി എങ്ങനെയായിരിക്കും? ഡെൻസിറ്റി കുറവാണെങ്കിൽ ബോയൻസിയും കുറയുമല്ലേ? അതായത് അങ്ങോട്ട് ആ കല്ലിലേക്ക് ആക്ട് ചെയ്യുന്ന ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കുറവായിരിക്കും ഇല്ല? അപ്പൊ എങ്ങനെയായിരിക്കും വാല്യൂ വരുന്നത്? വെള്ളത്തിൽ വെച്ചപ്പോ 8 ന്യൂട്ടൺ എന്ന് വന്നു ഇല്ലേ? അപ്പൊ അതിനേക്കാളും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ളതിലേക്ക് മണ്ണെണ്ണയിലേക്ക് വെച്ചു, അപ്പൊ എന്താണ്? അവിടുത്തെ പ്ലവക്ഷമ ബലം കുറവായിരിക്കും ഇല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? പ്ലവക്ഷമ ബലം കുറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് 8 ന്യൂട്ടനേക്കാളും കൂടുതലായിരിക്കും അല്ലേ വാല്യൂ? ജലത്തിൽ വെച്ചപ്പോ 8 ന്യൂട്ടൺ വന്നു. മനസ്സിലായല്ലോ. അപ്പൊ അതിനേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂ ആയിരിക്കും അവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ. പറഞ്ഞു ഡെൻസിറ്റി അവിടെ കുറവാണ്. ഡെൻസിറ്റി കുറവായതുകൊണ്ട് ബോയൻ ഫോഴ്സ് അവിടെ കുറവായിരിക്കും അല്ലേ? ഇപ്പൊ ജലത്തിൽ വെച്ചപ്പോ 8 ന്യൂട്ടൺ വന്നു, അപ്പൊ അതിനേക്കാളും കൂടുതലായിട്ടുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ. ഇത് ആൻസർ നോക്കുക കേട്ടോ. ഡ്യൂ ടു ബോയൻസി കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നതിന് കാരണം ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കാരണമാണ്. വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 8 ന്യൂട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ സ്റ്റോൺ ഓഫ് 200 gram വെയിറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഒരു സ്റ്റോൺ 200 gram ആണ്, അത് വെള്ളത്തിൽ മുക്കി വെച്ചു. 60 gram വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഡിസ്പ്ലേസ്ഡ്. അപ്പൊ 60 gram വെയിറ്റ് അവിടെ ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ സ്റ്റോൺ ഇൻ വാട്ടർ?
എന്താണ്, പൂർണ്ണമായും ജലം നിറച്ച ഒരു ബീക്കറിൽ 200 ഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു കല്ല് താഴ്ത്തിയപ്പോൾ 600 ഗ്രാം വെയിറ്റ് ജലം കവിഞ്ഞൊഴുകി, ഡിസ്പ്ലേസ് ചെയ്തു പോയി. അപ്പം കല്ലിലെ ജലത്തിന്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചത്. ജലത്തിലെ ഭാരം, കല്ലിന്റെ ഭാരം. പിന്നെ എന്താണ് ചോദിച്ചത്, വാട്ട് വിൽ ബി ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സ്റ്റോൺ, കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഇതേ പരീക്ഷണം ഉപ്പുവെള്ളത്തിൽ നടത്തിയാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റം എന്നും ചോദിച്ചിട്ടുണ്ട്. പ്ലവക്ഷമ ബലത്തിലും മാറ്റം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. അപ്പൊ ആദ്യമേ നമുക്ക് ജലത്തിന്റെ കേസിലുള്ള ഭാരം കണ്ടുപിടിക്കാം. കല്ലിന്റെ ഭാരം, ജലത്തിലെ കല്ലിന്റെ ഭാരം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഇൻ വാട്ടർ അല്ലെ, വെയിറ്റ് ഇൻ വാട്ടർ. വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എയറിലുള്ള അല്ലെ ഭാരം എന്ന് പറഞ്ഞിരിക്കുന്നത് 200 ആണ്. 200 നിന്ന് നമുക്ക് എന്ത് കിട്ടി, എത്രയാണ് ഡിസ്പ്ലേസ് ചെയ്തു പോയത്? 60 ഡിസ്പ്ലേസ് ചെയ്തു പോയത്. അപ്പൊ എത്ര കിട്ടും? കല്ലിലെ ഭാരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? 140 എന്ന് വരും. 140 ഗ്രാം, 140 ഗ്രാം വെയിറ്റ് എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇനി കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയാണ്, അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് അല്ലെ, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് എത്രയാണ്? താഴ്ത്തിയപ്പോൾ 60 ഗ്രാം വെയിറ്റ് ജലം കവിഞ്ഞൊഴുകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിന്റെ അളവ് തന്നെയല്ലേ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോയൻ ഫോഴ്സ് എത്രയാണ്? 60 ഗ്രാം വെയിറ്റ് ആണ് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതേ പരീക്ഷണം ഉപ്പുവെള്ളത്തിൽ നടത്തിയാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റം. ഇതേ എക്സ്പെരിമെന്റ് തന്നെ എങ്ങനെയാണ് ഉപ്പുവെള്ളത്തിൽ നടത്തുക, അതായത് ഡെൻസിറ്റി കൂടി ഇതിൽ വരുത്തുകയാണ്. അപ്പം കവിഞ്ഞൊഴുകുന്നതിന്റെ വെള്ളത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്? മാറ്റം ഉണ്ടാവുമോ? ചേഞ്ച് ഒന്നും ഉണ്ടാവുകയല്ലോ. ഇതേ അളവിലുള്ള വെള്ളം തന്നെയായിരിക്കും അവിടെ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്. മനസ്സിലായത്. കാരണം കല്ല് സെയിം അളവിലുള്ള കല്ല് തന്നെയല്ല, അപ്പം ഇതേ അളവിലുള്ളത് തന്നെയായിരിക്കും കവിഞ്ഞൊഴുകുന്നത്. അപ്പൊ നോ ചേഞ്ച് എന്ന് പറയാം. നോ ചേഞ്ച് എന്ന് പറയാം. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡീ പാർട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലവക്ഷമ ബലത്തിലോ? പ്ലവക്ഷമ ബലത്തിന് വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവുമല്ലോ. അതിന് കാരണം എന്താണ്? ഇവിടെ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളത്തിന്റെ കേസിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബോയൻസി കൂടും, അതായത് ഡെൻസിറ്റി കൂടുകയല്ലേ. ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, ബോയൻ ഫോഴ്സ് എന്നാണ് കേട്ടോ. ബി എന്ന് എഴുതിയിരിക്കുന്നത് ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്നാണ് കേട്ടോ. അപ്പം ബോയൻ ഫോഴ്സ് ഇങ്ങനെയാണ് അവിടെ കൂടും. ഉപ്പുവെള്ളം ആയതുകൊണ്ട് ഡെൻസിറ്റി കൂടുന്നുണ്ട്, അതുകൊണ്ട് ബോയൻ ഫോഴ്സ് അവിടെ കൂടും. മനസ്സിലായല്ലോ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇൻ വാട്ടർ 200 - 60 ആണ്. 140 എന്ന് വന്നു. ബോയൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അതിനോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ആദേശം ചെയ്യുന്ന ജലത്തിനോട് ഈക്വൽ ആണ് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. പിന്നെ എന്താണ്? there will not be any change in the volume of the displaced liquid. കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടോ? ഇല്ല. സെയിം കല്ല് തന്നെയല്ലേ ഇടുന്നത്. അതുകൊണ്ട് കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാവുന്നില്ല. പ്ലവക്ഷമ ബലത്തിന് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ബോയൻസിക്ക് മാറ്റം ഉണ്ടാവും. ബോയൻസി കൂടും. അതിന് കാരണം എന്താണ്? ഉപ്പുവെള്ളം ആകുമ്പം ഡെൻസിറ്റി, സാന്ദ്രത അവിടെ കൂടും. മനസ്സിലായല്ലോ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാണ്, ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ.